മോണോലിസയ്ക്ക് 16 ആണോ 18 ആണോ? പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു. കല്യാണം കഴിച്ച മുഹമ്മദ് ഫർമാൻ അടക്കം കേസ് വരാൻ സാധ്യതയുണ്ടോ? കല്യാണത്തിന് പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും കുടുങ്ങുമോ? ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന ചർച്ചയാണ്. നമ്മുടെ കുറച്ച് ഹിന്ദുത്വവാദി സഹോദരങ്ങൾ, എസ്പെഷ്യലി കടുപ്പമേറിയ ഹിന്ദുത്വവാദ നിലപാടെടുക്കുന്ന സഹോദരങ്ങൾ അതിശക്തമായി ഇതിനെതിരെ ക്യാമ്പയിൻ തുടങ്ങി. അവർക്ക് പ്രായമൊന്നുമല്ല പ്രശ്നം, ഒരു ഹിന്ദു മുസ്ലിം കല്യാണമായോണ്ടുള്ള പ്രശ്നമാണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിന്റെ തെളിവുകളുമായിട്ടാണ് ഇന്ന് മോണോലിസയും ഭർത്താവ് ഫർമാൻ ഖാനും മാധ്യമങ്ങളെ കണ്ടത്. ആ മാധ്യമങ്ങളെ കണ്ടതിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ, കുംഭമേള ഗേളിന്റെ ആ കല്യാണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ, അവർ ഈ ഹിന്ദുത്വവാദികൾ പറഞ്ഞതിലൊരു പ്രധാന പോയിന്റ്, കഴിഞ്ഞ വർഷം 16 വയസ്സാണ് 2025-ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ 18 വയസ്സാകും? ആ ചോദ്യം വളരെ സ്വാഭാവികമാണ്. പകരം ഇവരുടെ വാദഗതി എന്ന് പറഞ്ഞാൽ 2008 ജനുവരി 1-നാണ് മോണോലിസ ജനിച്ചതെന്നുള്ളതാണ്. ആ ഡേറ്റ് കേൾക്കുമ്പോൾ ഒരു അസ്കിത, ഒരു കല്ല് കടിക്കുന്നുണ്ട്. കാര്യം 1 എന്ന രീതിയിലാണോ ജനിച്ചതെന്ന് അറിയില്ല, അതോ പിന്നീട് ആധാർ കാർഡ് ഉണ്ടാക്കിയാണോ എന്ന് അറിയില്ല. അതിനെതിരെയും സംശയം ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവരുടെ പ്രതികരണം ഒന്ന് കാണാം. കേരളത്തെ വളരെ ഇഷ്ടമാണെന്നും കേരളത്തിനെ ഇഷ്ടപ്പെട്ടു എന്നും ഒക്കെ പറയുന്ന അവരുടെ പ്രതികരണങ്ങളും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും ഇവരുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ഇടങ്കോലിടരുത്. നിങ്ങൾ എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, കേരളത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നമ്മുടെ ഹിന്ദു രീതി റിവാസം വെച്ചാണ്. എന്റെ താല്പര്യത്തിലാണ്. അപ്പം ഈ ഇന്നലെ വലിയ ഡ്രാമ ചില ആൾക്കാർ കളിച്ച് അവളുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അഥവാ 18 വയസ്സായില്ലെങ്കിൽ ഇവളുടെ അച്ഛൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നത് അപ്പൊ അച്ഛനും ബാധകമല്ലേ? അപ്പൊ ഇതൊക്കെ ന്യായവും മറ്റും കണ്ടുപിടിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ന്യായം കണ്ടുപിടിച്ച് കണ്ട കല്യാണത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അച്ഛൻ വേറെ കല്യാണത്തിന് നിർബന്ധിച്ചു, എന്നിട്ട് ഇവളെ ഇവ കല്യാണം കഴിച്ചു. യഥാർത്ഥത്തിൽ അച്ഛനെയും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് വേണ്ടിയിരുന്നത്. അതാണ് ഐഡിയൽ വഴി. അച്ഛനെയും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ചിലപ്പോൾ 1-2-3 വർഷം താമസിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മികച്ചതായിരുന്നു. പക്ഷെ അവളുടെ ജീവിതമാണ്, അവൾ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് സത്യം. വേറെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചു. ആ കല്യാണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നതല്ലേ? എന്താ ഹിന്ദു കുടുംബങ്ങളിലെല്ലാം ഓക്കെ ആയിട്ടാണോ ഇങ്ങനെ നടക്കുന്നത്? അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ അടികൂടാറില്ലേ? മുസ്ലിം കുടുംബങ്ങളിൽ പ്രശ്നമാറില്ലേ? ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകാറില്ലേ? അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുന്നത് അതൊരു ഹിന്ദു മുസ്ലിം കല്യാണമായോണ്ടാണ്. ഈ പയ്യൻ കൊള്ളാം കേട്ടോ. മോണോലിസ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞാൻ ഹിന്ദു ആയില്ല, അവള് മുസ്ലിമും ആയില്ല, ഞങ്ങളുടെ ഇടയിൽ ഒരു മതപരിവർത്തനവും നടന്നിട്ടില്ല. അതാണ് പോയിന്റ്. വ്യത്യസ്ത മതങ്ങളിലുള്ളവർ കല്യാണം കഴിക്കാം. ആരും കൺവേർട്ട് ചെയ്തില്ല. अभी मलयालम में भी करता हूँ, हिंदी में, तमिल में भी थोड़ा थोड़ा काम करता हूँ. एक्टर्स आने एक नया फिल्म आने वाला है, जो सर डायरेक्टर है उसके, वो अभी एक चालू होने वाला है. और सर ऐसा नहीं है, मैंने हिंदू रीति रिवाज से शादी की है. मोनालिसा हिंदू है, मैंने उसकी खुशी, जो जैसे ये मोनालिसा बोलेगी मैं उसी तरीके से किया, क्योंकि मैं उसकी खुशी चाहता हूँ, उससे प्यार करता हूँ. ഞാൻ ആ ഹിന്ദു രീതിയിലാണ് കല്യാണം കഴിച്ചത്, വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് അതാണ് സന്തോഷം നൽകുന്നത്, അതുകൊണ്ട് ഞാൻ ആ രീതി കല്യാണം കഴിച്ചു. അതൊരു നല്ല ഇന്ത്യക്കാരന്റെ മനസ്സാണ്. ऐसा कुछ नहीं, प्यार में ऐसा कुछ नहीं होता कि कन्वर्ट करना ही जरूरी है कि मैं हिंदू बन जाऊं या मुसलमान बन जाए, ऐसा कुछ नहीं है. सब അവള് ഹിന്ദു ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആവേണ്ട ആവശ്യമില്ല, അവള് മുസ്ലിം ആവേണ്ട ആവശ്യമില്ല. നല്ല മോഡേൺ ജനറേഷനിലെ പിള്ളേർ, എല്ലാ മതങ്ങളും ആ രീതി നന്മയുള്ളതാണ്. യുപിയിൽ നിന്നാണ്. നീ ഏജിന്റെ കോൺട്രവേഴ്സി. आधार कार्ड है, इसमें आप एज देख सकते हो. 1/1/2008 2008-ലാണ്. 1/1/2008 जनवरी 1, 2008. मोनालिसा भोसले, पहले से मेरा नाम है मोनालिसा भोसले. और ये सब पुलिस यहाँ की सरकार ने बहुत. അത് പാൻ കാർഡുമാണ് കേട്ടോ, അത് പാൻ കാർഡാണ് കാണിക്കുന്നത്. मोनालिसा भोसले, भोसले मेरा सरनेम है भोसले. ആധാർ കാർഡിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ മറക്കാനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല.
ये इसका बर्थ सर्टिफिकेट है, आप देखो ये इसका ബർത്ത് സർട്ടിഫിക്കറ്റ് 2008। ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ജനുവരി 1, 2008. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്നൊന്നുമല്ല, ബുദ്ധിമുട്ടാണ്. ये बर्थ सर्टिफिकेट है जहाँ से गाँव का जन्म हुआ। अच्छा, वो कौन सा जिला का है? ये मध्य प्रदेश का है। तो ऐसा कुछ नहीं है, ये अडल्ट है। आधार कार्ड भी सब कुछ उधर का, पैन कार्ड, आधार कार्ड। वो सब कुछ क्लियर हो गया है। हाँ, ऐसा सब कुछ क्लियर हो गया। മാരേജ് സർട്ടിഫിക്കറ്റും यहाँ पे मैं आता जाता रहता था 7-8 साल से फिल्म के लिए। चेन्नई में, केरला में आता जाता रहता था, लेकिन अभी 1-1.5 साल से इधर ही रह रहा हूँ, केरला के अंदर। കേരളത്തിലാണ് ഞാൻ താമസിക്കുന്നത്. एक फिल्म थी नागम्मा, उसका मुहूर्त था। നാഗമ്മ എന്ന് ഏതൊരു സിനിമയുണ്ട്. तो अच्छा बहुत सपोर्ट किया त्रिवेंद्रम में। इतनी मीडिया आए, शादी में आए, हमें आशीर्वाद देने के लिए आए, बहुत बहुत धन्यवाद। और मंदिर का भी, जिस मंदिर में हमने शादी की है उसका भी बहुत बहुत धन्यवाद। चेयरमैन सर का बहुत बहुत धन्यवाद। तो सर्टिफिकेट नहीं मिलता। സി സർട്ടിഫിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ അവർ കൊടുക്കുന്നത്. അപ്പോ ഹിന്ദി ആയതുകൊണ്ടാണ് അതും കൊടുത്ത മാരേജ് സർട്ടിഫിക്കറ്റ്, അതിന്റെ ഡേറ്റ്, കാര്യങ്ങളെല്ലാം ആണ് വെച്ചിരിക്കുന്നത്. അപ്പോ ആധാർ കാർഡ് 1/1/2008 ഉണ്ടെങ്കിൽ, അതോടൊപ്പം എന്താ പറയുക, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അതിന് വിവാദങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. പാൻ കാർഡും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യായിരുന്നു, പാൻ കാർഡ് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കിട്ടുമോ, കാര്യം ഇത് മുമ്പേ ഇനീഷ്യേറ്റ് ചെയ്തതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പാൻ കാർഡ് ഉണ്ട്, അതിലെല്ലാം കൃത്യമായ ഡേറ്റ് ഉണ്ടെന്ന്. അപ്പൊ ആ വിവാദം യഥാർത്ഥത്തിൽ അവസാനിച്ചിരിക്കുന്നു. മോണോലിസയ്ക്ക് 18 വയസ്സ് തന്നെയാണ് പ്രായം എന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡിലൂടെ വ്യക്തമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസൊക്കെ ഇത് ക്രോസ് ചെക്ക് ചെയ്ത് കാണണം, അതോടൊപ്പം അമ്പലത്തിലെ ആൾക്കാരും ക്രോസ് ചെക്ക് ചെയ്ത് കാണണം. അപ്പോൾ ആ വിവാദം അവസാനിച്ചിരിക്കുന്നു. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. നമ്മൾ ഇനിയും നമ്മുടെ മനസ്സിലെ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും പേരിൽ അവരുടെ ജീവിതത്തിൽ മറ്റേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കണ്ട. അപ്പൊ ആ കുത്തിത്തിരിപ്പ് അത് ശരിയല്ല എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. എന്തായാലും അവരെങ്ങനെ വിളിച്ച് ക്ലാരിഫൈ ചെയ്തതിന് അവരെ അഭിനന്ദനം അർഹിക്കുന്നു. മോണോലിസയ്ക്കും നമ്മുടെ മുഹമ്മദ് ഫർമാൻ ഖാനിനും എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ. നമ്മുടെ കേരളത്തിൽ അദ്ദേഹം മുസ്ലിമായിട്ടും ഈ കുട്ടി ഹിന്ദു ആയിട്ടും ജീവിക്കട്ടെ. ആ രീതിയിൽ നല്ല മനുഷ്യരായി മാറാനുള്ള നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ.